മാംഗല്യം 5. രചനാ സംഭാഷണം നന്ദു അച്ചുകൃഷ്ണ. ഇതിപ്പോ ആരോടുള്ള വാശിക്കാണ് അമ്മ ഒരാഴ്ചത്തെ മരുന്ന് മാത്രം മതിയെന്ന് പറഞ്ഞത്? വീടിനകത്തേക്ക് കയറി ഷാളിന്റെ പിന്നൂരി കസേരയിലേക്ക് ഇട്ടുകൊണ്ട് മണിക്കുട്ടി അമ്മയ്ക്ക് നേരെ തിരിഞ്ഞു. അത് തന്നെ എടുക്കേണ്ടെന്നായിരുന്നു ഞാൻ കരുതിയത്. പിന്നെ നീ എന്നെ വലിച്ചു കെട്ടി അവിടെ വരെ പോയതല്ലേ, അതുകൊണ്ട് ഞാനങ്ങ് വാങ്ങിച്ചതാണ്. ശാരദ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ കയറ്റിവെച്ച മുഖം അല്പം പോലും അയക്കാതെ അവളെ നോക്കി. ഷെടാ, ഇതിപ്പോ എന്നോടെന്തോ ദയ കാണിക്കുന്ന പോലെ ഉണ്ടല്ലോ അമ്മയുടെ പറച്ചിലും ബഹളവും. ഈ മരുന്ന് ഒരു ദിവസം മുടങ്ങിയുള്ള അവസ്ഥ അമ്മയ്ക്ക് അറിയാത്തതൊന്നുമല്ലല്ലോ അല്ലേ? കഴിഞ്ഞ ദിവസം തന്നെ എനിക്ക് മെച്ചമുണ്ടാക്കാൻ വേണ്ടി ആവൂലോ മരുന്ന് തീർന്ന കാര്യം ഒളിപ്പിച്ചത്. എന്നിട്ടെന്താ ഉണ്ടായേ? എങ്ങനെയാ ഇന്നലെ രാത്രി കഴിഞ്ഞുകൂടിയെന്ന് എനിക്കും അമ്മയ്ക്കും മാത്രമല്ലേ അറിയൂ. അപ്പൊ പിന്നെ അങ്ങനെ ഒരു അവസ്ഥ നോക്കേണ്ട ആരാ? അമ്മയല്ലേ? അത് പിന്നെ നേരം വെളുക്കും മുന്നേ തുടങ്ങിയില്ലേ നീ എണ്ണിപ്പറക്കി കണക്ക് പറയാൻ. അപ്പൊ ഞാൻ കരുതി ഞാനായിട്ടുണ്ടാക്കുന്ന കാശ് ചെലവങ്ങ് നിനക്ക് കുറച്ചു തരാമെന്ന്. വായിക്ക് വായി പറഞ്ഞ് ജയിക്കാൻ എന്ന പോലെ ശാരദാമ്മ അവളോട് പറയുന്നത് വിട്ടില്ല. എന്നിട്ട് കുറഞ്ഞോ? ഇല്ലല്ലോ. അവളുടെ ചുണ്ട് ഒരു ഭാഗത്തേക്കങ്ങ് കൂടി. കുറഞ്ഞല്ലോ. ഒരു മാസത്തേക്ക് വാങ്ങാൻ 1000 വേണ്ടി വരുമായിരുന്നെടുത്ത് ഞാനത് 100 തന്നില്ലേ? പറഞ്ഞ പക്ഷം വിജയിച്ച പോലെ അവർ അല്പം അവിടെ അവളെ നോക്കി തലയുയർത്തി. ശരി, ഒതുക്കി തന്നു. പക്ഷെങ്കിൽ ഈ ആഴ്ച കഴിയുമ്പോൾ അമ്മ എന്താ ചെയ്യുക? ഇത്തിരി നേരം നിലത്തിരുന്ന് വിയർപ്പാറ്റിയവൾ എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. വൈകുന്നേരം എൻ്റെ മോൻ കാശ് കൊണ്ടുവരുമല്ലോ. അപ്പൊ പിന്നെ ഞാൻ അവന്റെ കൂടെ ചെന്ന് ബാക്കിയുള്ള സമയത്തെ മരുന്ന് കൂടി എടുക്കും. എന്നിട്ട് ഇതിന്ന് മിച്ചം പിടിച്ച കാശും അവൻ ചിലവിന് തരാം എന്ന് പറഞ്ഞ കാശും കൂടി ഞാൻ നിന്റെ കയ്യിൽ വെച്ചു തരുന്നുണ്ട്. എന്നിട്ടേ ഉള്ളൂ ഇനി നിന്നോട് സംസാരം. അമ്മ എന്നോട് വാശി കാണിക്കുവാണോ? ചോദിക്കുമ്പോൾ അവളുടെ ശബ്ദം ഇടറി, ഒപ്പം കണ്ണും നിറഞ്ഞു. ഇത്തിരി വാശിയാണെന്ന് കൂട്ടിക്കോ. വന്ന് നിനക്കൊരു വിചാരമുണ്ട് ഈ വീട് നിന്റെ തലയിൽ കൂടിയാ ഓടുന്നേന്ന്. അങ്ങനെ നീ ഒറ്റയ്ക്ക് വിചാരിച്ചിട്ടൊന്നുമല്ല ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. എന്റെ മോനും കൂടി നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ്. അവരുടെ ആ പറച്ചിൽ കേട്ടത് മണിക്കുട്ടി ഞെട്ടി. പിന്നെ ആരോടെന്നില്ലാതെ പുഞ്ചിരിച്ചു. അമ്മ ആ പറഞ്ഞത് നേരാണ് കേട്ടോ. ഇന്ദ്രേട്ടൻ ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട്. മാസത്തിൽ 5 കിലോ അരിയും 1/2 കിലോ വെളിച്ചെണ്ണയും 1 കിലോ സവാള ഉള്ളിയും. അത് വാങ്ങിത്തന്നാൽ ആ മാസത്തെ എല്ലാം ആയല്ലോ. അത് നേരാ. അവളുടെ ചുണ്ടിൽ പുച്ഛം മാത്രം ബാക്കിയായി. എന്നും രാവിലെ ഉണ്ടാക്കുന്ന കാപ്പിക്ക് ഒരിത്തിരി മധുരം കുറഞ്ഞാൽ പോലും അമ്മയുടെ മോൻ ഈ വീട് യുദ്ധക്കളമാക്കും. ഒരു ദിവസത്തിനപ്പുറം ദോശയോ ഇഡലിയോ ആയാൽ ഒന്നെങ്കിൽ അത് പശുവിന്റെ കാടിയിൽ കാണും, അല്ലെങ്കിൽ പിന്നാമ്പുറത്ത് കോഴിക്ക് തീറ്റ. ഉച്ചയ്ക്ക് കഴിക്കാൻ വന്നിരിക്കുമ്പോൾ മീനില്ലെന്ന് വെച്ചാൽ അമ്മയുടെ മോൻ ഇറങ്ങുമോ? ഒരു ദിവസം എന്തെങ്കിലും പറ്റി മീൻ വാങ്ങാനിരുന്നാൽ മോൻ കഴിച്ചില്ല, മോൻ ആരുമൊന്നും കൊടുത്തില്ല എന്ന് പറഞ്ഞ് അമ്മ എന്തെങ്കിലും കഴിക്കുമോ? ശാരദയുടെ മുഖം വലിഞ്ഞു മുറുകി. ഇന്ദ്രേട്ടനെ ശ്രദ്ധിക്കാനും എപ്പോഴും പുറകെ നടന്ന് ഊട്ടാനുമൊക്കെയുള്ള അമ്മയുടെ വെപ്രാളത്തിൽ എപ്പോഴെങ്കിലും അമ്മ എന്നെ ഓർക്കാറുണ്ടോ? വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേൽക്കുന്ന ഞാനാ പശുവും കോഴിയുടെയും ആടിന്റെയും കാര്യമൊക്കെ നോക്കി പാലും പിഴിഞ്ഞ് നാട് മൊത്തം കൊണ്ട് കൊടുത്തിട്ട് വന്നിട്ടാ ഈ വീട്ടിലെ കാര്യങ്ങൾ കൂടി ഞാൻ നോക്കുന്നത്. അതും ഓടിക്കുത്തി എത്തിയിട്ട് കോളേജിൽ പോകുന്നത്. പക്ഷെ അപ്പോഴും മോനാണ് മുഖ്യം, ഇല്ലേമ്മേ? മണിക്കുട്ടിയുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് കണ്ടതും ശാരദ വല്ലാതെ അസ്വസ്ഥയായി. ഏതു നേരത്തും ഇങ്ങനെ കണക്ക് പറയാനാണെങ്കിൽ നീ ആ പശുവിനെയും ആടിനെയും ഒക്കെ അങ്ങ് വിറ്റേരെ മണിക്കുട്ടി. അതിനെ നോക്കി 10 കാശ് വരുമാനം കിട്ടുന്ന അഹങ്കാരമല്ലേ നിനക്ക്? അതൊക്കെ വിറ്റുപോയാൽ പിന്നെ നിന്റെ ഈ വായിട്ടടി കേൾക്കണ്ടാലോ. ശാരദ പോരുപോലെ വിമ്മിഷ്ടപ്പെടുമ്പോഴും മണിക്കുട്ടിയുടെ മുന്നിലേക്ക് വന്നു നിന്നു. ദൈവദോഷം പറയല്ലേ അമ്മേ. ആ മിണ്ടാപ്രാണികളിൽ നിന്നും കിട്ടുന്ന കാശാണ് ഒരു തുക പോലും മാറ്റിവെക്കാതെ അമ്മയുടെ മോൻ എടുത്ത കടബാധ്യത തീർക്കാൻ വേണ്ടി ബാങ്കിൽ അടയ്ക്കുന്നേ. എങ്കിലൊരു കാര്യം ചെയ്, ഞാൻ ഇതിനെയൊക്കെ അങ്ങ് വിറ്റേക്കാം. അമ്മയുടെ മോനോട് പറ വീടും ബാങ്ക് ലോണും എല്ലാം നോക്കാൻ. വായിക്ക് വായി പറഞ്ഞു വന്നപ്പോൾ ശാരദ ബാങ്കിലെ കാര്യം സത്യം പറഞ്ഞാൽ മറന്നുപോയിരുന്നു. മണിക്കുട്ടിയുടെ ഓർമ്മപ്പെടുത്തലിൽ അവർക്ക് വല്ലാതെ നാണക്കേട് തോന്നി. ഇപ്പൊ എന്റെ മോന് കണ്ടകശനിയുടെ അപഹാരമാണ്. അതൊന്നും മാറട്ടെടി, അവൻ രാജാവാകും, രാജാവ്. അന്ന് നിന്റെ ഈ അഹങ്കാരമെല്ലാം അവൻ വീട്ടിക്കോളും. ഓ ആവട്ടെ, പറഞ്ഞുകൊണ്ടവൾ അകത്തേക്ക് കയറി. വാതിൽപ്പടി ചാരുന്നതിന് മുന്നേ അവൾ തിരിഞ്ഞ് അമ്മയെ നോക്കി. ശരിക്കും ഞാൻ അമ്മയുടെ മോള് തന്നെയാണല്ലോ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ.
എത്രയൊക്കെയായിട്ടും അവൾക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. "നിച്ച് ന്യൂഡിൽസ് മതി, ഇല്ലെന്നാൽ മൗത്ത് ഓപ്പൺ ചെയ്യൂല." കാറിക്കൂവിയുള്ള വിളി കേട്ടാണ് ഹരി കുളിച്ചിട്ടിറങ്ങുന്നത്. "എന്താ അച്ഛാ, എന്തിനാ ഇവളിങ്ങനെ കീറിപ്പൊളിക്കുന്നേ?" "നിന്റെ ഭാര്യ ചെയ്തു തന്ന ഗുണം. അവൾക്ക് ആഹാരം ഉണ്ടാക്കാൻ വയ്യ എന്ന് പറഞ്ഞ് 24 മണിക്കൂറും ന്യൂഡിൽസ് അല്ലായിരുന്നോ? ഇപ്പൊ നിന്റെ മോൾക്കും അത് മതിയെന്ന്." കൈമൾ മാഷ് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് കുഞ്ഞിപ്പാറുവിനെ അപ്പന്റെ അടുത്തേക്ക് നീക്കിയിരുത്തി അടുക്കളയിൽ നിന്നും ചാടിത്തുള്ളി ഇറങ്ങിപ്പോയി. "എന്താ പൂവേ നീ കാണിക്കുന്നേ? കണ്ടില്ലേ മുത്തശ്ശൻ ദേഷ്യം പിടിച്ചിറങ്ങിപ്പോയത്? ഈ ദോശ തിന്നാൽ എന്തായിരുന്നു നിനക്ക് പ്രശ്നം?" നല്ല നറുതി തൂവി പൊരിച്ചെടുത്ത ദോശയിൽ നോക്കിക്കൊണ്ട് ആ വാസനയിൽ മൂക്ക് വിടർത്തി ഹരി അല്പം പരിഭവത്തോടെയാണ് കുഞ്ഞിപ്പെണ്ണിനോട് ചോദിച്ചത്. "നിച്ച് ഈ മന ഇട്ടല്ല അരി." നെയ്യുടെ മണം വരാതിരിക്കാൻ മൂക്കും പൊത്തിയിരിക്കുന്ന കുഞ്ഞിപ്പെണ്ണിനോട് ചിരിയും, അതേസമയം നെയ്യ് കൈകൊണ്ടൊന്ന് തൊട്ടാൽ പോയും "അയ്യോ ഫാറ്റാണ്" എന്ന് പറഞ്ഞ് ഓടി ഒളിക്കുന്നതിനുള്ള ദേഷ്യവും ഒരുപോലെ ഹരിയിൽ വന്നുപോയി. "പ്ലീസ് ഹരി, രക്ഷിച്ചെന്നെ." വലിയ ആൾക്കാരെ പോലെ കയ്യും കൂപ്പി തനിക്ക് മുന്നിൽ കുനിഞ്ഞിരിക്കുന്ന കുറുമ്പത്തിയെ തോളിലെടുത്തു ഹരി. "ലോകത്തുള്ള സകല ഉഡായിപ്പും കയ്യിലുണ്ടല്ലോടി പൊന്നെ നിനക്ക്." അവളുടെ ഇരു കൈകളും കൊണ്ട് അല്പം മുകളിലേക്ക് പൊക്കി ആ കുംഭയിൽ മുഖമിട്ടുരസി ഉറക്കെ ചിരിപ്പിച്ചുകൊണ്ട് അവൻ കുഞ്ഞുമായി ചാവടിയിലെ കസേരയിൽ പിണങ്ങിയിരിക്കുന്ന അച്ഛൻ്റെ അടുക്കിലേക്ക് ചെന്നു. "മുത്തശ്ശൻ പിണക്കാണല്ലോ ചക്കരെ, ഇനി എന്ത് ചെയ്യും?" ചൂണ്ടുവിരൽ താടിയിൽ തട്ടി എന്തോ ആലോചിക്കും പോലെ ഹരി കുഞ്ഞിപ്പെണ്ണിനെ നോക്കി. "സിമ്പിളല്ലേ ഹരി, നിക്ക്, ഞാൻ കാണിച്ചു നോച്ചിച്ചോ." "എടി എടി പൂത്താങ്കിരി, അടുത്ത് എന്ത് കുഴപ്പമൊപ്പിക്കാനാണ് നിന്റെ ഈ ഓട്ടം?" തന്റെ ശരീരത്തിൽ നിന്നും ഊർന്ന് അച്ഛൻ്റെ അടുക്കിലേക്ക് ഓടാൻ പോകുന്നവളെ പിടിച്ചു വെച്ചുകൊണ്ട് ഹരി ചോദിച്ചു. "നോ കുഴപ്പോ ഹരി, ട്രസ്റ്റ് മീ." കുഞ്ഞിക്കൈകൾ നെഞ്ചിലേക്ക് വെച്ച് അവളെ വിശ്വസിക്കൂ എന്ന രീതിയിൽ പറയുന്ന കണ്ടതും ഹരി വല്ലാത്തൊരു തലയാട്ടിലൂടെ അവളിൽ കൈവച്ചു. "താങ്ക്സ് ഹരി, ഐ ലവ് യു." 3-4 ഫ്ലൈയും കിസ്സും പറത്തി അവൾ ഓടി കൈമൾ മാഷിന്റെ അടുത്തേക്ക് ചെന്നു. പെണ്ണ് ഓടി വന്ന് മാഷിന്റെ കാലിൽ പിടിച്ചു നിന്നതും അത് കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ മാഷ് കണ്ണടച്ചു നിന്നു. "മുത്തശ്ശാ." അത്രയും കൊഞ്ചിക്കൊണ്ടാണ് വിളി. "പൂന്റെ സ്വന്തം മുത്തശ്ശാ." ഇപ്രാവശ്യമുള്ള ആ വിളിയിൽ മാഷിന് നോക്കാതിരിക്കാനായില്ല. എന്താ ഇവിടെ? നൂഡിൽസ് ഉണ്ടാക്കി തന്നില്ലേ നിന്റെ അച്ഛൻ?" കുഞ്ഞിപ്പെണ്ണിലും ചെറുതായിക്കൊണ്ട് മാഷിന്റെ പരിഭവം പുറത്തേക്ക് വന്നു. "ഇല്ല മുത്തശ്ശ, അരി പൂന് ഒന്നും തന്നില്ല." മാഷ് അവളെ സൂക്ഷിച്ചൊന്ന് നോക്കി. "സത്യം മുത്തശ്ശ, പൂനെ ഒന്നും തന്നില്ല. പക്ഷേങ്കി എന്നെ ഇവിടെ പിച്ചി." ചുണ്ടും പുളുത്തി കണ്ണു നിറയ്ക്കാൻ തുടങ്ങിയ പെണ്ണ് മാഷെ നോക്കി. ഹരി ഞെട്ടിക്കൊണ്ടാണ് അവളെ കേട്ടത്. "എന്റെ പൊന്നു മോളെ അവൻ പിച്ചിയോ?" അത്രയും നേരമുണ്ടായിരുന്ന പിണക്കം മറന്ന് മാഷ് കുഞ്ഞിനെ എടുത്ത് മടിയിലേക്ക് വെച്ച് അവൾ തൊട്ട് കാണിച്ചതും നോക്കി. "കണ്ടോ മുത്തശ്ശ, റെഡ് കണ്ടോ? അരി നുള്ളിയതാ." വെളുത്തു തുടുത്ത ശരീരത്തിൽ 3-4 തവണ അവളുടെ കുഞ്ഞു വിരലുകൾ തൊട്ടതും അവിടെ ചെറുതായി മാറിയ ആ കളറിൽ മാഷിന് മകനോട് അടക്കാൻ പറ്റാത്ത ദേഷ്യമായി. "എന്റെ ദൈവമേ, ഈ കുരുപ്പ് എനിക്കുള്ള പണിയാണല്ലോ അവിടെ പണിയുന്നത്." ഹരിക്ക് ഒരു നിമിഷം അവളുടെ അച്ഛന്റെ പിണക്കം മാറ്റാനായിട്ട് അങ്ങോട്ട് പറഞ്ഞു വിട്ടതുപോലും അബദ്ധമായി എന്ന് തോന്നി. ആ ദേഷ്യത്തോടെയാണ് അയാൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് എഴുന്നേറ്റതും. ദേഷ്യത്തിൽ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്ന കൈമൾ മാഷിന് തൊട്ടു മുന്നിൽ തന്നെ മകനെ കാണാൻ പറ്റി. "എടാ, ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് നീ എന്റെ കുഞ്ഞിനെ പിച്ചുമോ?" ചോദ്യവും പറച്ചിലും ഒന്നുമില്ലാതെ മാഷ് അവന്റെ കൈത്തോളത്ത് ഒരൊറ്റ അടിയായിരുന്നു. "അച്ഛാ, ഞാനൊന്നും ചെയ്തില്ല. ഇവളെ ഈ കുരുപ്പ് വെറുതെ നുണ പറയുക." അവൻ അങ്ങനെ കേറി പറഞ്ഞതും അയാൾ ദേഷ്യത്തോടെ അവനെ ഒരിക്കൽ കൂടി നോക്കി. "ഞാൻ കണ്ടടാ കുഞ്ഞിന്റെ ദേഹത്തെ ചുവന്ന പാട്. അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയണ്ട ഇങ്ങോട്ട്." "എന്റെ പൊന്നച്ഛ, അതവൾ തന്നെ നുള്ളിപ്പിച്ചി ഉണ്ടാക്കിയ പാടാ, അല്ലാതെ ഞാനൊന്നും ചെയ്തതല്ല. ഇങ്ങനെ ഒരു നുണച്ചി." അച്ഛൻ തല്ലിയതിന്റെ വേദനയും അവൾ കള്ളം പറഞ്ഞതിന്റെ ദേഷ്യവും ഒക്കെയായി ഹരി പെണ്ണിന്റെ കയ്യിൽ ഒന്ന് പിടിച്ചതും തുടങ്ങിയില്ലേ പെണ്ണ് കാറിക്കൂവാൻ. "ഹരി, നീ ചുമ്മാ കുഞ്ഞിനെ കരയിക്കാതെ പോകാൻ നോക്ക്. ഇത്രയും നേരം എവിടെയോ പോകാൻ എന്ന് പറഞ്ഞല്ലായിരുന്നോ നിന്റെ ഈ തുള്ളലൊക്കെ?" അവനെ ദഹിപ്പിച്ചൊന്ന് നോക്കി മാഷ് കരയുന്ന കുഞ്ഞുമായി പറമ്പിലേക്ക് ഇറങ്ങി. വീടിന്റെ വാതിലിറങ്ങിയതും കുഞ്ഞിപ്പെണ്ണ് തല ഉയർത്തി അച്ഛനെ നോക്കി.
പോയിട്ട് വാ, ഇതിനുള്ളത് ഞാൻ അപ്പോൾ തരാം. വലിയ ആൾക്കാരോട് കാര്യം പറയും പോലെ ഹരി അവളോട് വാശി കാണിച്ച് അകത്തേക്ക് കയറിപ്പോയി. ഇത്തിരി കഴിഞ്ഞതും അലക്കിത്തേച്ച മുണ്ടും ഷർട്ടും ഇട്ടു വന്നവൻ കാറിലേക്ക് കയറി. സ്റ്റിയറിംഗിലേക്ക് കാലുവെക്കെ മുണ്ടിൽ കണ്ടൊരു പാടിലേക്ക് ഹരിയുടെ നോട്ടം മുടക്കി. ഒപ്പം പഴയ ഏതോ ഓർമ്മകളിലേക്കും. അയ്യേ, ഇതിട്ടോണ്ടാണോ ഹരി എൻ്റെ ഒപ്പം വരുന്നത്? അല്ല, ഞാൻ അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. എവിടെ പോയാലും ഈ മുണ്ടും ഷർട്ടും മാത്രമേ ഇടൂന്ന് ഹരിക്കുള്ളൂ. പ്ലീസ് ഹരി, അറ്റ്ലീസ്റ്റ് എൻ്റെ കൂടെ വരുമ്പോഴെങ്കിലും ഈ പഴഞ്ചൻ വേഷത്തിൽ നിന്നും ഒന്ന് മാറിക്കൂടെ? ഇതൊരുമാതിരി മനുഷ്യനെ നാണം കെടുത്താൻ. ഈ വേഷം നാണക്കേടാണെന്ന് നീരജയോട് ആരാ പറഞ്ഞത്? തന്റെ വേഷത്തെ അത്രയും അധിക്ഷേപിച്ചുകൊണ്ടുള്ള നീരജയുടെ സംസാരം ഒട്ടും ഇഷ്ടപ്പെടാത്ത പോലെയാണ് അവൻ തിരിച്ചു ചോദിച്ചത്. ആരും പറയണ്ട, അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. അത് പൊടിക്ക് കൂടിപ്പോയതിന്റെ പ്രശ്നമാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പിറുപിറുത്തുകൊണ്ട് അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തതും നീരജയുടെ മുഖം ഒരു കൊട്ടയ്ക്കായി. അവളുടെ അമ്മാവന്റെ മകന്റെ റിസപ്ഷനിലേക്ക് ചെന്നിറങ്ങി നോക്കുമ്പോൾ കാണുന്നത് കോട്ടും സൂട്ടും കഴുത്തെല്ലാം മുറുക്കി ടൈയുമായി നിൽക്കുന്ന കുറെ അധികം വേഷവിധാനം ഉള്ളവരെയാണ്. ചുമ്മാ അല്ലായിരുന്നു ഇറങ്ങുമ്പോൾ ആ പ്രഭാഷണം. ഒരു ദീർഘനിശ്വാസത്തോടെ അവൻ ഇറങ്ങും മുന്നേ അവൾ ഓടിപ്പോയിരുന്നു. അവളുടെ അമ്മാവനെയും കുടുംബത്തെയും അല്ലാതെ മറ്റാരെയും പരിചയമില്ലാത്ത അവൾ തന്നെ ഒറ്റയ്ക്കാക്കി പലരിലേക്കും പാറിപ്പറന്നു. അവസാനം ആ ഒറ്റപ്പെടൽ സഹിക്കാൻ വയ്യാതെയാണ് അവളോട് പോകാമെന്ന് എന്ന് പറഞ്ഞത്. പക്ഷെ തനിക്ക് വേണമെങ്കിൽ പൊക്കോ, അവൾ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ കൂടെ വന്നേ പറ്റൂ, മോൾ ഉറങ്ങി എഴുന്നേറ്റുണ്ടാവും എന്ന് പറഞ്ഞ് താനാ കൈ പിടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. അവൾ കയ്യിലിരുന്ന ഓറഞ്ച് കളറിലെ ഡ്രിങ്ക്സ് തന്റെ മുണ്ടിലേക്ക് ഒഴിച്ചു. അബദ്ധം പറ്റി വീണതാണെന്നൊക്കെ അന്ന് അവളുടെ അച്ഛനും അമ്മയും പറയുന്നുണ്ടായിരുന്നെങ്കിലും മനഃപൂർവ്വം നീരജ പ്രസാദ് ചെയ്തതാണ് അതെന്നുള്ള പരിചയം അവളിൽ തനിക്കുണ്ടായിരുന്നല്ലോ. അന്ന് അത് ഡ്രൈ ക്ലീനിന് കൊടുത്തിരുന്നു. പക്ഷെ കറ പോകാതെ ബാക്കിയുണ്ടെന്ന് ദേ ഇപ്പോഴാണ് കാണുന്നത്. അവളുടെ ഓർമ്മകൾ ഒഴിഞ്ഞു പോകാത്ത തന്റെ മനസ്സുപോലെ ആ ഒരു ദേഷ്യത്തിൽ കാർ എടുത്ത് വീട്ടിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. ഒരു പെൺകുട്ടി തന്റെ വണ്ടിയിടയിലൂടെ താഴേക്ക് തട്ടി വീഴുന്നതാണ് കണ്ടത്. ഒപ്പം എന്തിലോ ചെന്ന് ഇടിച്ചതിലുള്ള ശബ്ദവും. ഹരി സഡൻ ബ്രേക്ക് ഇട്ട് വണ്ടി നിർത്തി. ഒരു നിമിഷം ശരീരമാകെ മരവിച്ച പോലെ ഹരിയുടെ കൈയും കാലുമൊക്കെ തണുത്തു. മണിക്കുട്ടി, മോളെ! ഗേറ്റിന്റെ വാതിലും തുറന്ന് ഓടി വരുന്ന സീതമ്മയും ശ്രീധരൻ മാമനെയും ഒക്കെ ഹരി വണ്ടിയിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നെങ്കിലും ഹരിക്ക് ടെൻഷൻ കാരണം പുറത്തിറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. സീത ഓടി വന്നവളെ താങ്ങി പിടിച്ചെഴുന്നേൽപ്പിച്ചു. അപ്പോഴേക്കും ശ്രീധരൻ മാമൻ അവളുടെ സൈക്കിൾ റോഡിൽ നിന്നും മാറ്റി സൈഡിലേക്ക് ചേർത്ത് ഭിത്തിയിൽ താങ്ങി നിർത്തി. സ്റ്റാൻഡൊക്കെ ഇടിയുടെ വേഗതയിലാണോ അല്ലാതെയോ കാണുന്നില്ലായിരുന്നു. ഭയന്ന് വിളിച്ച് അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ അതിലും ഭയം സീതമ്മയുടെ മുഖത്തായിരുന്നു എന്ന് തോന്നി. മോളെ, എന്തെങ്കിലും നിനക്ക് പറ്റിയോടി? ചോദിക്കുമ്പോൾ പോലും കണ്ണു നിറഞ്ഞൊഴുകുന്ന സീതമ്മയെ ഒന്നുമില്ലെന്ന് തലയാട്ടി പറയുന്നവളുടെ കണ്ണിലൂടെയും കുടികുടെ കണ്ണുനീരൊഴുകി. സീതേ, നീ ചുമ്മാ കരയാതെ, വെറുതെ ആ കൊച്ചിനെ കൂടി പേടിപ്പിക്കാൻ. സീതമ്മയുടെ സ്വഭാവം അറിയുന്ന ശ്രീധരൻ മാമൻ അല്പം ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടവരെ ദേഷ്യത്തിൽ ഒന്ന് നോക്കിയപ്പോഴാണ് മുണ്ടിന്റെ അവിടുന്ന് തുടങ്ങി ചോരയൊലിപ്പിച്ച് നിൽക്കുന്നവളെ അദ്ദേഹവും ശ്രദ്ധിക്കുന്നത്. സീതേ, നീ ആ കൊച്ചിന്റെ കയ്യിൽ പിടിച്ചു നോക്കിയേ, ആകെ ചോരയാണല്ലോ. ശ്രീധരൻ പിന്നെയും പറയുമ്പോഴാണ് കൈമുട്ടിലെ ചോര സീതമ്മ ശ്രദ്ധിക്കുന്നത്. മണിക്കുട്ടി, മോളെ ഇത്. മണിക്കുട്ടിയുടെ ശ്രദ്ധയിൽ മാത്രമായിരുന്നു. ശ്രീധരൻ പെട്ടെന്ന് കാറിലേക്ക് നോക്കി. ഹരിയാണ്. വണ്ടി ഇടിക്കുന്ന നേരമേ അവനെ കണ്ടിരുന്നു. ഇതിനോടകം പുറത്തിറങ്ങി വരും എന്ന് കരുതിയവൻ ഇപ്പോഴും കാറിനുള്ളിൽ ഇരിക്കുന്ന കണ്ടതും കുറച്ചു മുന്നേ അവനോടുണ്ടായിരുന്ന സ്നേഹവും വാത്സല്യവും അത്രയും മാറി അയാൾക്കുള്ളിൽ അയാൾ അറിയാതെ അവനോട് ദേഷ്യം നുരപൊന്തി. ആ ഒരു ദേഷ്യത്തോടെയാണ് ശ്രീധരൻ ഓടിച്ചെന്ന് കാറിന്റെ വാതിൽ തുറന്നത്. ഇങ്ങനെയാണോ ഹരി വണ്ടി ഓടിക്കുന്നത്? നീ ഇടിച്ച് ആ പെങ്കൊച്ചിന് എന്തെങ്കിലും വന്നിരുന്നെങ്കിലോ? ഇതിപ്പോൾ നിന്റെ ഒറ്റ ഒരാളുടെ അശ്രദ്ധ മൂലം ആ കുട്ടിയുടെ ദേഹമസകലം മുറിഞ്ഞിട്ടുണ്ട്. അതിന്റെ കൈ പൊട്ടിയൊളിച്ച് ചോര വരുന്നത് നീ കണ്ടോ? എന്നിട്ടും ഇതിൽ നിന്ന് ഇറങ്ങി നോക്കാനുള്ള മനസാക്ഷി പോലും നിനക്കുണ്ടായില്ലല്ലോ. എന്ത് മനുഷ്യനാടോ നീയൊക്കെ? അയാളുടെ ദേഷ്യത്തിലുള്ള സംസാരവും പുറത്തേക്ക് അവന്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ടുള്ള ആക്രോശവും ഒക്കെ കൂടി ആയതും ഹരി കാറിൽ നിന്നും മെല്ലെ പുറത്തേക്കിറങ്ങി. പുറത്തേക്കിറങ്ങിയവന്റെ കണ്ണുകൾ സീതമ്മയുടെ അടുത്ത് നിൽക്കുന്ന പെൺകുട്ടിയിലേക്ക് ചെന്നു. കാഴ്ചയിൽ ഒരു കൊച്ചു പെൺകുട്ടി. 10ലോ പ്ലസ് 2ലോ വല്ലതും ആകും. അത്രയ്ക്ക് ചെറിയ കുട്ടി. അവളുടെ വലതു കൈവെള്ള മുതൽ കൈത്തുട വരെ നീളത്തിൽ മുറിഞ്ഞ് ചോര ഒലിക്കുന്നു.
ഒപ്പം സൈക്കിളിൽ തലയിടിച്ച് വീണതിന്റെ ചോര ചത്ത് നെറ്റി മുടച്ചിട്ടുമുണ്ട്. പക്ഷേ അവൻ വല്ലാതെ പകച്ചുപോയത് മൂക്കിൽ നിന്നും വരുന്ന ചോര കണ്ടപ്പോഴാണ്. ആ കാഴ്ച നൽകിയ ഷോക്കിൽ ഹരി അല്പം പിന്നിലേക്ക് ചാഞ്ഞു. ഞാൻ അറിഞ്ഞുകൊണ്ടല്ല. പെട്ടെന്ന് മുന്നിലേക്ക് ചാടിയപ്പോൾ ബ്രേക്ക് ചവിട്ടാൻ പോലും അവസരം തരുന്നതിന് മുന്നേ ഞാൻ സോറി. അവനിലാകെ ഒരു വിറയൽ പടർന്നു. ശ്രദ്ധിച്ചു വേണ്ടേ ഹരി വണ്ടി ഓടിക്കാൻ? കയ്യിലൊരു വണ്ടി ഉണ്ടെന്ന് കരുതി ആളെ കൊല്ലാൻ തന്നെയാണോ ഇറങ്ങി പുറപ്പെടുന്നത്? സീതയിൽ നിന്നും അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരയ്ക്ക് ദേഷ്യം പുറത്തേക്ക് വന്നതും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഹരി പൂർണ്ണമായും നിലത്തേക്ക് കുഴഞ്ഞു വീണു. ഉണർന്നോ? ഇപ്പോ എങ്ങനെയുണ്ട്? പതിയെ കണ്ണു തുറന്ന് ചുറ്റും നോക്കുന്നതിനോട് സിസ്റ്റർ ആണ് ചോദിച്ചത്. ഇപ്പോ ഐ ആം ഫൈൻ. ഞാനിവിടെ പറന്നു വന്നതൊന്നുമല്ല, ഞങ്ങളെല്ലാരും കൂടി പൊക്കിക്കൊണ്ട് വന്നതാണ്. ശ്രീധരൻ മാഷുക്കൊപ്പം അച്ഛനെയും കൂടി കണ്ടതോടെ അവൻ മകളെ തിരഞ്ഞു. എന്തേ അച്ഛാ? അവൾ സീതയ്ക്കൊപ്പം ഉണ്ട്. നേർമയിൽ മകനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൈമൾ മാഷ് വന്ന് അവന്റെ തലമുടിയിലൂടെ വിരൽ കോതി. ആ പെൺകുട്ടി, അവൾക്ക് എങ്ങനെയുണ്ടച്ചാ? വല്ലാത്തൊരു ഭയത്തോടെയാണ് അവൻ തിരക്കിയത്. നീ ഇടിച്ചിട്ടതല്ലേ, മോശമാകുമോ? പാതി കളിയായും പാതി കാര്യമായും മാഷ് അവനെ നോക്കി. അവന്റെ മിഴികൾ താന്നു. ആ മുഖത്തെ സങ്കടം മാഷിനും ശ്രീധരനും ഒരുപോലെ മനസ്സിലായി. നിനക്കൊപ്പം ഇവിടെ കൊണ്ടുവന്നിരുന്നു. വീഴ്ചയിൽ നല്ല ഉരച്ചിലുണ്ട് കൈകൾക്കൊക്കെ. അവിടെയൊക്കെ മരുന്ന് വെച്ചിട്ട് രാത്രിയിലേക്ക് പനിക്കാതിരിക്കാൻ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട് ഡോക്ടർ. നിനക്ക് ബോധം വരാൻ ലേറ്റ് ആവുന്നു എന്ന് കണ്ടിട്ടാ അവരുടെ അടുത്തുള്ള ഒരു സ്ത്രീയെ ഇവിടെ വെച്ച് കണ്ടപ്പോൾ ശ്രീധരൻ അവളെ കൂടി അവരെ ഏൽപ്പിച്ച് ഇപ്പോ ഒരു ഓട്ടോ കയറ്റി വിട്ടത്. നീ ഇപ്പോൾ കണ്ണു തുറക്കും എന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ മോളെ പിടിച്ചുവിടാൻ നിർത്തിയേനെ. മനസ്സിലുണ്ടായിരുന്നത് അതുപോലെ അവനോട് പറഞ്ഞുകൊണ്ട് മാഷ് നോക്കുമ്പോൾ കാണുന്നത് കണ്ണിറുക്കി അടച്ചിട്ടും ഇരുവശത്തൂടെയും ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരാണ്. അവനെ അങ്ങനെ കണ്ടതും മാഷിന്റെയും കണ്ണു നിറഞ്ഞു. കുറച്ചു മുന്നേ അവൻ വായി തോന്നിയതൊക്കെ പറഞ്ഞെങ്കിലും ശ്രീധരനും അവന്റെ ആ ഭാവം വല്ലാതെ സങ്കടമുണ്ടാക്കി. കരയുന്ന മകനെ കണ്ടിട്ടും ഒരാശ്വാസവാക്ക് പോലും പറയാതെ പുറത്തേക്കിറങ്ങുന്ന മാഷിനൊപ്പം തന്നെ ശ്രീധരന് വേഗത്തിൽ പുറത്തേക്കിറങ്ങി. കൈമളെ, എടോ, വണ്ടിയായാലും സ്കൂട്ടറായാലും ഒക്കെ അത്രയ്ക്കും ശ്രദ്ധയോടെ ഓടിക്കുന്ന മകനാടോ എൻ്റെ. ഇവിടെ ഇപ്പോൾ പാളിയത് വണ്ടിയാകില്ല, അവന്റെ മനസ്സാകും. മകനെ പൂർണ്ണമായും അറിയുന്ന അച്ഛൻ തന്റെ കണ്ണട കയ്യിലേക്കെടുത്ത് തോൾ കൊണ്ട് മാഷ് ഇരു കണ്ണുകളും തൂത്തു കളഞ്ഞിട്ട് കണ്ണട അതുപോലെ തന്നെ വെച്ചു. ഹരി മണിക്കുട്ടിയെ കാർ ഇടിച്ചിട്ടിട്ടും പുറത്തേക്കിറങ്ങാതെ കണ്ടപ്പോൾ ഞാൻ കുറച്ച് ദേഷ്യം